അങ്ങനെ നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ഹുണ്ടായുടെ വെന്യൂ വന്നിരിക്കുകയാണ്. 2025 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത്. കാരണം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട് കൊണ്ട് മാത്രമല്ല, വാഹനത്തിനകത്ത് പോലും അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ റൈറ്റ് ഡിസൈൻ ആയിട്ട് തന്നെ നമുക്ക് അലോയിൽ വന്നിട്ടുണ്ട്. എയറോ ഷേപ്പാണ് വരുന്നത്. എനിക്കൊന്ന് മിക്കവാറും ഇലക്ട്രിക്കും ഉടനെ തന്നെ വരുന്നതായിരിക്കും. ക്വാർട്ടർ പാനലിനകത്ത് ഒരു വെന്യൂ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. യെസ്, അങ്ങനെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ഒരു പുതുമയല്ല, എന്നാൽ വെന്യൂ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് വളരെ രസമായിട്ട് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടെർബോ വേരിയൻ്റ് ആണ് വരുന്നത്. DCT ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ താഴോട്ട് വരുന്ന ഈ ഒരു റിഫ്ലക്റ്റേഴ്സ് പോലും ഇതിൻ്റെ ഒരു ഷേപ്പിൽ നിന്ന് ഒരു കണക്റ്റഡ് വരുന്ന ടൈപ്പാണ് കിട്ടുന്നത്. യെസ്, അങ്ങനെ വാഹനത്തിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ തീമാണ് ഒരു രക്ഷയില്ലാത്ത ഒരു നേവി ബ്ലൂ കളറാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. വൈറ്റ് കളർ ഡോ പാഡ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ഒരു പോർഷനൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വെന്യൂ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ഒരു ബാഡ്ജിങ്, അതായത് വാഹനത്തിൻ്റെ ബാഡ്ജിങ് വെക്കുന്ന പോലെ ഇവിടെ ഇപ്പം വെന്യൂ എന്നുള്ളൊരു ബാഡ്ജിങ്, ഈ ഒരു കേർവ്ഡ് സ്ക്രീൻ, അതായത് രണ്ട് സ്ക്രീനുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. മോസ്കോഡാണ് നമുക്കിവിടെ വരുന്നത് ഹുണ്ടായുടെ ലോഗോനും. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡിഫറൻസും കൊടുത്തിരിക്കുന്ന പാഡും കാര്യങ്ങളൊക്കെ. ഏതായാലും ഡ്രൈവിങ്ങിൻ്റെ കേസ് കേട്ടില്ല ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യും.